Guys, I'm Aishri and welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഇതുപോലെ വ്ളോഗൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വ്ളോഗ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്തിനാണ് റെഡിയായി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അത് മാത്രമല്ല പോകുന്ന വഴിക്ക് ഉത്രാളിക്കാവ് അമ്പലത്തിലും കൂടി കയറാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ അമ്പലം വരുന്നത്. അതുകൊണ്ട് എന്തായാലും അവിടെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അമ്പലം അടച്ചിട്ടുണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. പിന്നെ കുറേ നാളായി അമ്പലത്തിൽ കയറണം എന്ന് വിചാരിക്കണം. എല്ലാ പ്രാവശ്യം ഈ വഴി കൂടെ പോകുമ്പോൾ കാണാറുണ്ട് നമ്മൾ, പക്ഷെ ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് വന്നിട്ട് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്പലം നമ്മൾ ചെല്ലുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. കാരണം രണ്ട് പാടത്തിന്റെയും നടുക്കായിട്ടാണ് അമ്പലം വരുന്നത്. അതുകൊണ്ട് ഇവിടെ കുറെ കല്യാണത്തിനും എൻഗേജ്മെന്റിനും ഒക്കെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ പേര് വരാറുണ്ട്. അമ്മയുടെ വിദ്യാട്ടാ ഇവിടെ നല്ല രസമുണ്ട് ആംബിയർ. ഏയ് വിഷമാവില്ല, എന്തിനാ എന്നാലും മൂന്നാറ് പോവാട്ടാ. അടുത്ത ആഴ്ച വന്നിട്ട് മൂന്നാറ് പോവാം. Ni sa 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 sari ni sa 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 ni sare re mama papa ni da ba ma pa ni sare ni sare ni da pa ni da pa ma ga re ma ga sa ni sa. അമ്മാമേനെ കാണാൻ പോയിക്കൊണ്ടിരുന്നു. അതെ, നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്മാമേൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലെത്തി. അപ്പം മാമൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്ന വശം പണിയൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുകയാണ്. നമ്മൾ മുകളിലെത്തിപ്പോൾ ഓടാകുമ്പോഴേക്കും കഴിയില്ലേ? അബി എവിടെയാണ്? അബി നമുക്ക് വീട്ടിൽ പോവാം, ചായ കുടിച്ചിട്ട് വരാം. അമ്മാമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കഴിക്കാൻ. A few moments later. പിന്നെ അതിരപ്പള്ളി, വാൽപ്പാറ, മലക്കപ്പാറ റൂട്ട് വഴി നമുക്ക് പ്ലാനിങ് അതിരപ്പള്ളി പോണെന്നാണ് എന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് അല്ല കൊല്ലംകോട്. കൊല്ലംകോട് അവിടെ എന്താ? അവിടെ അങ്ങനെ കുറച്ച് നേരത്തെ ചർച്ചകൾക്കൊക്കെ ശേഷം നമ്മൾ നേരെ ഗെയിം കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് കളിക്കാൻ പോവാണ്. 9 ഏത് കളർ? ഈ കളർ ഏത് വേണമെങ്കിലും ഇടാൻ പറ്റും. പിന്നെ മഞ്ഞയിലുള്ള സംഖ്യ ഏതായാലും ഇടാം. മഞ്ഞയിലുള്ള സംഖ്യ ഏതായാലും ഇടാം. മഞ്ഞ കളർ വേറെ കളറാണ് 9 ഞാനൊന്നിട്ട് അല്ലല്ല, ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആർക്കാണ് സ്റ്റാർട്ട് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാൻ മാം സ്റ്റാർട്ട് ചെയ്യും. മാം 5 ഇട്ടു. അച്ചുമണി 2. ഞാനാണ് +2 ഇട്ടത്. പൊന്നാറിനെടുത്തോ? +2 +6 ആയില്ലേ?
ആറിലെടുക്കണം. പ്ലസ് 2 ഉണ്ടെങ്കിൽ ഇടാം. പ്ലസ് 4 ഇടാൻ പറ്റുമോ? ഇല്ല എപ്പോഴും ഇടാം, പക്ഷെ പ്ലസ് ടുന്റെ ഒപ്പം ഇടരുത്. പ്ലസ് 4 ഇടുമ്പോ പ്ലസ് 4 ഇടാം. പ്ലസ് 2 എപ്പോഴും ഇല്ല അല്ല, ഒരു വട്ടം കളിച്ച കിട്ടി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കളി കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുമ്പോ നമ്മൾ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട് കളിയില്. അതില് ലാഭം കൂടുതലാ. അല്ലല്ല, അച്ചുമണി ജയിച്ചാലും പൊന്നൻ ജയിച്ചാലും ലാഭം മേമയ്ക്കാ. കാരണം മേമയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, ഇവര് കളിക്കാരും മാത്രമാണ്. കുഴപ്പമില്ല, ഇവര് കളിക്കാറ്. മേമ ഇനി പറയും ഫസ്റ്റ് പോയിന്റ് എത്രയാന്ന് പറയും. 10 രൂപ, 8 രൂപ ഫസ്റ്റിന്. അല്ല, 6 രൂപ ഫസ്റ്റിന്, സെക്കൻഡിന് 4 രൂപ. അല്ല ഇപ്പൊ നോക്കി എത്ര നേരം ഉറങ്ങിയിരുന്ന ഇപ്പൊ ഭയങ്കര ജോസായി. പൈസ വെച്ചോ. എനിക്ക് പണ്ടുണ്ടായിരുന്നു. കളി കളി നാട്ടി പച്ചല്ലേ പോണ്ടായിരുന്നപ്പോ ചോപ്പാവെനിക്കറിയാം. ജയിച്ചു. സെക്കൻഡ് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കാട്ടിക്കാം, ഐശ്വര്യമായിട്ട് കാട്ടിക്കാം. അമ്മാമ്മ തന്നെ അച്ചുമണി കൊടുക്കട്ടെ. കൊടുക്കമ്മ സമ്മാനം കിട്ടി. സെക്കൻഡ് പ്രൈസ്. നിനക്കൊന്നും കിട്ടിയിട്ടില്ല. അതെ, അവിടെ കിട്ടുന്നൊന്നും കൂട്ടില്ല. എനിക്ക് പിന്നെ ലാഭം. അനു ഫസ്റ്റ് അടിച്ചാൽ അവളുടെ പൈസ വേണ്ടി കളിക്കട. ഒരു വട്ടത്തിന്റെ അവിടെ അതിട്ട് കഴിഞ്ഞാ പാപ്പന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കളി. അതല്ല, 9ന്റെ അടിയിലൊരു വരല്ലേ. വേറെ എന്തോ അതല്ല, അത് 9 മാറി അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ 10 രൂപ ഇറക്കിട്ടോ. പക്ഷെ കിട്ടിയത് 10 രൂപ പെട്ടിയിലെടുത്ത് വെച്ചോ. ബിരിയാണി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പാടം പാടില്ല. എത്ര വയസ്സ് ജാനിക്കമ്മ പാടുന്ന കണ്ടിട്ടില്ലേ? എത്ര വയസ്സായാലും അമ്മാമ്മയുടെ പാട്ടിന് ഇത്ര അധികം ആൾക്കാർ ഓഡിയൻസ് കേൾക്കാൻ കാത്തിരിക്കാം അമ്മയുടെ പാട്ട്. അപ്പൊ അമ്മാമ്മ സത്യാണ് ഉടക്കി പറയണത്. പണ്ടൊക്കെ നമ്മളിങ്ങനെ ഇത് പറയണത് സത്യമാണ്. അമ്മമ്മ പോട്ടെ. സൈക്കിൾ വണ്ടി, സവാരി വണ്ടി സൈഡ് തെറ്റി വരുന്നു. സഞ്ചാരികളെ, പെൺകുട്ടികളെ തഞ്ചം നോക്കി നടന്നോളൂ. ബാലൻസ് ഇല്ല, ലൈസൻസ് ഇല്ല, കടത്തൂല വണ്ടി. ഇഷ്കൈനട്ടം കിട്ടിയ പൈസ കൊടുത്ത വാടക വണ്ടി. വീതിൽ കാറ്റു കുറഞ്ഞതും രണ്ടം ഓടിക്കും വണ്ടി. ബാസിച്ചേട്ട ഭാരതിയക്ക പൊട്ടി. ഞാനീ സൈക്കിളിലെടുത്ത കാര്യം അച്ഛനോടാരും മിണ്ടല്ലേ.
തോടും മോശം കുണ്ടും പാടുപെണ്ണെ പറ്റിത്തള്ള ഒഴിഞ്ഞു മാറി പോകാതെങ്കിൽ ഓടച്ചാലിൽ ചെടാവിടാതി കാറ്റില്ലത്തിന് കാറില്ല കാലിൽ തേഞ്ഞ തെരുപ്പുണ്ട് പാവപ്പെട്ടവൻ കയറി നടക്കുന്നുണ്ട് പള്ളി തേന് സൈക്കിൾ വണ്ടി ഈ സന്തോഷത്തില് മാം 100 രൂപ തരുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോ പുതിയ വീടല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ പുതിയ വീടല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ തുലാവൃശ്ചികം തന്നെ മകരം. നമ്മൾ പോവുകയാണ്. വരുമ്പോ സിൽക്ക് സമിതിയായിരുന്നു, ഇപ്പൊ ചാളമേരിയായിട്ടാ പോണേ. ചൂടൊക്കെ കൈ പിടിച്ചിട്ട് നീ മറന്നോ പോയൊരു നാളിരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിലൊത്തു ചേർന്നു ഏറിയ നാളു പോയതല്ലേ. നീ മറന്നോ പോയൊരു നാളിരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിലൊത്തു ചേർന്നു ഏറിയ നാളു പോയതല്ലേ. നീ കടിച്ചു പാതി തന്നു